എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കാം പരിപ്പും കായക്കറി. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. എങ്ങനെ തയ്യാറാക്കണമെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരു ഗ്ലാസ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകണം. അപ്പോൾ 2-3 തവണ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പിൻ്റെ കൂടെ ചേർക്കാൻ ഒരു പച്ചക്കായ ഇങ്ങോട്ട് എടുക്കാം. ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലി ഞാൻ കളയത്തില്ല. പിന്നെ ഈ ചെറിയൊരു പൊന്തിക്കുന്ന ചെറിയ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ അതിൻ്റെ കൂടെയുള്ള കറുപ്പ് ഭാഗങ്ങളും ചെറുതായിട്ടൊന്ന് ചുരണ്ടിയെടുത്ത് കളയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കായ വീണ്ടും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കത്തി കൊണ്ട് നമുക്ക് ഇതുപോലെ നടുവിലായിട്ടൊരു കീറൽ കൊടുക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഞാൻ കായ കട്ട് ചെയ്യുന്നത്. അതും വെള്ളത്തിലാണ് ഇടുന്നത്. അപ്പോൾ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പരിപ്പിലേക്ക് ചേർത്താൽ മതി. അങ്ങനെ ഇവിടെ കായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് നമ്മുടെ കായ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് കഴുകിയെടുത്ത് നമുക്ക് പരിപ്പിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഈ പരിപ്പും കായും ഒരു കുക്കറിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതൊക്കെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ മൂടിയിടാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ആവി വന്നതിന് ശേഷം കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. 1 വിസിലാണ് ഇടുന്നത്. 1 വിസിലിട്ടതിന് ശേഷം ഞാൻ കുക്കർ ഇവിടെ ഓഫാക്കുകയാണ് ചെയ്യുന്നത്. നല്ല വേവുള്ള പരിപ്പാണെങ്കിൽ 2 വിസിലോളം ഇട്ടോളൂ. ഇനി ഒന്ന് ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കിനി കുക്കർ തുറന്നാൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയമുണ്ട്. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പിന്നെ ഒരു 1/4 ടീസ്പൂണും പോലെ ജീരകം ചേർക്കുന്നുണ്ട്. ഒന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങ നന്നായിട്ട് മുതിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കറൊന്ന് ഓപ്പൺ ചെയ്തു. ജസ്റ്റ് ഒന്ന് ഒരു തവി കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരിപ്പും കായൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഒതുക്കിയെടുത്തിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ ബൗളിലേക്ക് തന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കറി കുറച്ച് തിക്കാണ്. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കറി തിളച്ച് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓണിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ കറി ഇപ്പോൾ ഉള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളമാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇതാ കറി ചെറുതായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മീഡിയത്തിലിട്ടാലും എന്തായാലും ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന ഒരു കറിയാണ്. പരിപ്പും കായൊക്കെ ആ കുക്കറിൽ അടുക്കി പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇവിടെ കറിവേപ്പില ചേർത്തതിന് ശേഷം വളരെ കുറച്ച് സമയം കൂടി ഒന്ന് ഞാൻ കറി തിളക്കാൻ വെക്കുന്നുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടില്ലെങ്കിൽ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മോശമായി പോകും. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം കറി ഓഫ് ചെയ്യുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഞാനിത് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിനെ വറുത്തിടാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചിരണ്ട തേങ്ങ ചേർക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഈ തേങ്ങ ഒരു ഗോൾഡൻ കളറാവുന്ന വരെയാണ് നമുക്ക് വഴറ്റേണ്ടത്. അപ്പോൾ തേങ്ങ കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വാങ്ങാം. ഇവിടെ ഇപ്പോൾ തേങ്ങ ആയിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്ത്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പും കായ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ കറി ഓഫ് ചെയ്തതിന് ശേഷം തണുക്കുമ്പോൾ കറി പിന്നെയും തിക്കാവുകയാണ് ചെയ്യുക. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഒഴിച്ച് തിളപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി ഞാൻ വരാം. താങ്ക്